വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് തീരെ വയ്യ കേട്ടോ, തീരെ വയ്യ. അപ്പോൾ ശബ്ദത്തിൽ കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ യൂട്യൂബ് റവന്യൂ വന്നു. എല്ലാവരുടെ ബിഗ് 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 താങ്ക്സ്. അങ്ങനെ നമ്മുടെ റവന്യൂ വന്നു. ഒരുപാട് റവന്യൂ ഒന്നും ഇല്ല കേട്ടോ, അതും കൂടി ഞാൻ പറഞ്ഞുതരാമല്ലോ. ഐ തിങ്ക് എനിക്ക് ജൂലൈയിലാണെന്ന് തോന്നുന്നു എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയത്. എന്നിട്ട് എനിക്ക് ഈ മാസം, അതായത് ഡിസംബറിലാണ് എനിക്ക് ഏർണിങ്സ് വന്നത്. പറയുന്നതുകൊണ്ട് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, കാരണം കൊട്ടക്കണക്കിനൊന്നും നമുക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം. എനിക്ക് 9,000 സംതിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് $116 സംതിങ് അങ്ങനെ എന്തോ ആണ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് എമൗണ്ട് വന്നിട്ടുള്ളത്. വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാൽ ഒരുപാട് സന്തോഷമായില്ല. അങ്ങനത്തെ എനിക്കങ്ങനെ ഒരുപാട് അങ്ങനെ പൊതുവേ എനിക്കിപ്പോഴതാണ് കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് ഒരു കാര്യത്തെ കുറിച്ചിട്ടും ഞാനിങ്ങനെ ഓവർ എക്സൈറ്റഡ് ആകുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓവർ എക്സൈറ്റഡും അല്ല, ഓവർ സന്തോഷമല്ല, സന്തോഷമായി. അതായത് ഇത്ര നാളത്തെ എൻ്റെ ഒരു ജേർണിയുടെ എന്താ പറയുക, ആ ഒരു ജേർണി എനിക്ക് തരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇപ്പോൾ ഇതിൽ, അതായത് ഞാനിടുന്ന കോണ്ടന്റ് ഇങ്ങനത്തെ, അതായത് സെക്സ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. അപ്പോൾ അതായത് എന്നെ അത്രയും പേഴ്സണലായിട്ട് അറിയുന്നവർ പോലും പറയാറുണ്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ പിന്നെ നിനക്ക് ഇതൊക്കെ കേൾക്കാമെന്നുള്ള രീതിക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കോണ്ടന്റ് ഇടുന്നു എന്നതിനോട് എനിക്ക് യാതൊരു, അങ്ങനെയൊക്കെ പറയുന്നതിനോടും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല. എനിക്കിഷ്ടമാണ്. എനിക്ക് ഇപ്പം എന്നെ എത്ര അടുത്തറിയുന്ന ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് അവർ പറഞ്ഞുതരും എനിക്ക് ഇങ്ങനത്തെ, അതായത് എനിക്കിങ്ങനത്തെ കോണ്ടന്റ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. അതൊരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ ഞാൻ കമൻസ് എടുത്ത് നോക്കാറില്ല, എനിക്ക് ചിരിയാണ് വരാൻ. അത്രയും വൾഗറായിട്ടുള്ള കമൻസുകൾ എനിക്ക് വരാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. എൻ്റെ അപ്പാപ്പൻ്റെ പ്രായമുള്ള ആൾക്കാർ വരെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടാറുണ്ട്. മോളെ നീ ഒരു കളി തരൂ, അങ്ങനത്തെ ലെവലിലുള്ള കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും, അങ്ങനത്തെ കമൻസ് വരാറുണ്ട്. പക്ഷേ അതെന്നെ എഫക്റ്റ് ചെയ്യണില്ല. സീരിയസ്ലി എന്താ പറയുക, എൻ്റെ അമ്മയാണ് സത്യം അതെന്നെ എഫക്റ്റ് ചെയ്യുന്നതിൽ 1% പോലും അതെന്നെ എഫക്റ്റ് ചെയ്തിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിരുന്നു ഇങ്ങനത്തെ കമൻസുകൾ വരുമ്പോൾ. നിലവിൽ അതെന്നെ എഫക്റ്റ് ചെയ്യുന്നേയില്ല, ഞാൻ കമൻസ് നോക്കാറുമില്ല. ഞാൻ പറയുന്നത് കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയുന്ന പോലെ കുരച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അവരിപ്പോൾ കുരച്ചു എന്ന് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനത്തെയുള്ള കണ്ടൻസ് ഇടുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല, അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനത് ഓപ്പണായി സംസാരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനെ നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഐ ഡോണ്ട് കെയർ. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ഒരു തരത്തിലുള്ള ഒരു റിഗ്രറ്റോ അല്ലെങ്കിൽ കമൻസ് ഒരു ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്നൊരു സാധനവും എനിക്ക്. അവരിങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ ഓക്കെ ഞാൻ ചെയ്യും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പോസിറ്റീവ് മൈൻഡ് തന്നെയാണ് എനിക്കുള്ളത്. മുന്നേ എനിക്ക് ആദ്യ സമയങ്ങളിൽ വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് വിഷമം തോന്നാറില്ല. കാരണം ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും പറയുന്നില്ല, ഞാൻ വൾഗറായിട്ടൊന്നും പറയുന്നില്ല എന്നുള്ള പൂർണ്ണബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും. എനിക്കിഷ്ടമാണ് സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു സെക്സ് എന്ന വാക്ക് മാത്രമാണ്, അതായത് ചിലർ ഈ ഒരു സെക്സ് എന്ന വാക്ക് മാത്രമാണ് അവർ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. പിന്നെ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവണത് എങ്ങനെയാണെന്നുള്ള പഠിപ്പിക്കുന്നതല്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലാത്തവർക്ക് ഈ മറ്റേ മുള്ളുമുരിക്കുമ്പോൾ കയറിയാലും മനസ്സിലാവില്ല അവർക്ക്. അതൊക്കെ എന്താ പറയുക, മുള്ളുമുരിക്കുമ്പോൾ കയറില്ല, അതൊന്നും കയറിയിട്ട് ഒരു 4 അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നിങ്ങൾ ഇത് സെക്സ് എന്ന ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ നിങ്ങൾ ഒരു പെൺകുട്ടീനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞോളൂ. ഐ ഡോണ്ട് കെയർ. അപ്പോൾ നമ്മുടെ ഇൻകം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്തവരോടും ഒരുപാട് നന്ദി
മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. മുന്നോട്ട് ഇനിയും പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻസ് ആണ് വേണ്ടതെന്നൊക്കെ പറയാം. ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇപ്പം ഐ തിങ്ക് എനിക്ക് ലോങ് വീഡിയോസ് ഞാൻ ഈ ഒരു സെക്ഷൽ കണ്ടൻസ് അല്ലെങ്കിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്നൊരു രീതിക്കാണെങ്കിലും, ഷോർട്സ് ഞാൻ എൻ്റെ എന്താ പറയുക ലൈഫിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ എക്സെട്ര അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എല്ലാം കൂട്ടിക്കുഴച്ച് മിക്സ് ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ കമൻ്റ് ഇടുന്നവർക്ക് ഇനിയും കമൻ്റ് ഇടാം, ഐ ഡോണ്ട് കെയർ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് റവന്യൂ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു എന്ന് പറയാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോവും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു, ഉമ്മ.